പിന്തുണയോടുകൂടിയാണ്. വിവിധ വിദ്യാർത്ഥി യുവജന തൊഴിലാളി സംഘടനകൾ അതിൽ പങ്കാളികളായി. അവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ. നാളെ മുതൽ 2 ആഴ്ചക്കാലം പഴയ അറിവുകൾ പുതുക്കലാണ്. അതിന് പ്രത്യേക ടൈം ടേബിൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഒപ്പം പൗരബോധം ഉളവാക്കുന്ന വിഷയങ്ങളും പഠിപ്പിക്കും. ജൂൺ മാസം 3-ാം തീയതി ലഹരിക്കെതിരെ കുട്ടികളുടെ പങ്കാളിത്തത്തോടെ നാടകം, സെമിനാറുകൾ, റോൾ പ്ലേ, ചർച്ചകൾ തുടങ്ങിയവ സംഘടിപ്പിക്കും. ജൂൺ മാസം 4-ാം തീയതി റോഡ് നിയമങ്ങൾക്ക് പുറമെ സ്കൂൾ വാഹനങ്ങളിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും പാലിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിക്കും. ജൂൺ മാസം 5-ാം തീയതി വ്യക്തി ശുചിത്വം, മാലിന്യ സംസ്കരണം, ഹരിത ക്യാമ്പസ്, സ്കൂൾ സൗന്ദര്യവൽക്കരണം, ഈ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കും ക്ലാസ് എടുക്കുന്നത്. ജൂൺ മാസം 9-ാം തീയതി ആരോഗ്യം, വ്യവസായം, കായികക്ഷമത, ആഹാരശീലങ്ങൾ, ഭക്ഷണക്രമം, ഇതിനെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കും ക്ലാസ് എടുക്കുന്നത്. ജൂൺ 10-ന് മൊബൈൽ ഫോൺ, ടാബ് തുടങ്ങിയ ഡിജിറ്റൽ ഉപകരണങ്ങൾ വിവേകത്തോടുകൂടിയും വിവേചന ബുദ്ധിയോടുകൂടിയും എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് ആയിരിക്കും എടുക്കുന്നത്. ജൂൺ മാസം 11-ാം തീയതി പൊതുമുതൽ സംരക്ഷണം, നിയമബോധം, കാലാവസ്ഥ മുൻകരുതൽ, ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ്. ജൂൺ 12-ാം തീയതി പരസ്പര സഹകരണം. ജൂൺ 13-ാം തീയതി പൊതു ക്രോഡീകരണം. +1 സീറ്റ് ഉറപ്പാക്കൽ എല്ലാ കാലവും വലിയ പരാതികളുണ്ടാക്കിയ ഒന്നായിരുന്നു. അത് പരിഹരിക്കാനായി എന്നത് വലിയ നേട്ടമാണ്. ഇത്തവണ ഒരപസ്വരം പോലും ഇല്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണെന്ന് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി പറയുകയാണ്. അധിക ബാച്ചുകളിലെ സീറ്റുകൾ നേരത്തെ തന്നെ